ശ്രീ ഗോപിനാഥപിള്ള, ഈ അമിത്ഷാ കേരളത്തിൽ ഒരിക്കൽ കൂടി വന്നു. അമിത്ഷായുടെ വരവിൽ എപ്പോഴും അങ്കലാപ്പിലാകുന്നത് ഇവിടുത്തെ LDF UDF മുന്നണികളാണ്. കാരണം ഈ അമിത്ഷാ വന്നിട്ട് പറഞ്ഞിട്ട് പോകുന്ന കാര്യങ്ങളൊക്കെ യാഥാർത്ഥ്യമാവുകയാണ്. അദ്ദേഹം ഒരിക്കലും വിടുവാക്ക് പറയാറില്ല. അപ്പോൾ കെ സുരേന്ദ്രൻ മുമ്പൊരിക്കൽ പറഞ്ഞിട്ടുണ്ട് 35 സീറ്റ് പിടിക്കും, ഞങ്ങൾ കേരളം ഭരിക്കുമെന്നൊക്കെ. അതൊക്കെ ഇപ്പോഴും ഒരു തമാശ രൂപത്തിൽ തന്നെയാണ് ഇവിടെ നിൽക്കുന്നത്. പക്ഷെ അമിത്ഷായുടെ വാക്കുകൾ എല്ലാവരും വളരെ ഗൗരവത്തിലാണ് എടുക്കുന്നത്. 3 മാസത്തിന് മുമ്പ് അദ്ദേഹം വന്ന് പറഞ്ഞു 2026 കേരളം ഭരിക്കുമെന്ന്. ആദ്യം കോർപ്പറേഷൻ പിടിക്കും എന്നും പറഞ്ഞു. അമിത്ഷാ വന്നു കഴിയുമ്പോൾ അണികളിൽ തന്നെ വലിയൊരു ആവേശമാണ് ഉണ്ടാക്കുന്നത്. അതൊരു പ്രത്യേക രാഷ്ട്രീയ നേതാവ് കൂടിയാണ്. അപ്പോൾ അമിത്ഷായുടെ ഈ വരവിലും എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമോ? തീർച്ചയായിട്ടും. അമിത്ഷാ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള രാജതന്ത്രജ്ഞനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വെറും വിടുവാക്കുകളല്ല. അദ്ദേഹത്തിൻ്റെ ലാപ്ടോപ്പിൽ കേരളത്തിലെ ഓരോ മണ്ഡലങ്ങളെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾ, അവിടുത്തെ ജനസംഖ്യ, സ്ത്രീകളെത്ര, പുരുഷന്മാരെത്ര, ജാതി തര അടിസ്ഥാനത്തിലുള്ള ജനസംഖ്യ എത്രയുണ്ട്, എത്ര വോട്ടുകൾ കഴിഞ്ഞ പ്രാവശ്യം LDF പിടിച്ചിട്ടുണ്ട്, UDF പിടിച്ചിട്ടുണ്ട്, BJP പിടിച്ചിട്ടുണ്ട് എന്ന് വേണ്ട സകല റെക്കോർഡുകളും കേരളത്തിലെ ഓരോ മണ്ഡലങ്ങളെക്കുറിച്ചും വളരെ വ്യക്തമായിട്ട് പഠിച്ചിട്ടുള്ള ഒരു രാജ്യതന്ത്രജ്ഞനാണ് അമിത്ഷാ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം വെറുതെ ഒരു കാര്യവും പറയാറില്ല. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹം തിരുവനന്തപുരം പിടിക്കണം എന്ന് പറഞ്ഞു, തിരുവനന്തപുരം പിടിച്ചു. ഈ പ്രാവശ്യം വന്ന് നമ്മൾ ഈ തിരുവനന്തപുരമല്ല കേരളമാണ് പിടിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന് അനുസരിച്ചുള്ള തന്ത്രങ്ങൾ, പൊളിറ്റിക്കൽ സ്ട്രാറ്റജീസ് അദ്ദേഹം തയ്യാറാക്കിക്കൊണ്ട് തന്നെയാണ് കേരളത്തിലേക്ക് വന്നിരിക്കുന്നത് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് കേരളത്തിലെ ഇടത് വലതുപക്ഷ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം വിരളി പിടിപ്പിക്കുന്നത് തന്നെയാണ്. കാരണം അമിത്ഷാ പോയിട്ടുള്ള പല സ്ഥലങ്ങളും BJPക്ക് ആ സംസ്ഥാനം പിടിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അനുസരിച്ചുള്ള തന്ത്രങ്ങൾ മെനഞ്ഞെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിൽ ഇപ്പോൾ ശക്തമായിട്ടുള്ള BJPക്ക് ശക്തമായിട്ടുള്ള ഒരു നേതൃത്വമുണ്ട്. ആ നേതൃത്വത്തിൽ വളരെ ശക്തമായിട്ടുള്ള പ്രവർത്തനമാണ് അവർ കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനിൽ കാഴ്ചവെച്ചിട്ടുള്ളത്. അതിൻ്റെ അനന്തരഫലമായിട്ടാണ് തിരുവനന്തപുരത്തെ ചെങ്കോട്ട തകർത്തെറിഞ്ഞുകൊണ്ട് അവർ പിടിച്ചെടുത്തത്. അത് BJPയെ സംബന്ധിച്ചിടത്തോളം വലിയ ഊർജം പകരുന്നതാണ്. തിരുവനന്തപുരം നഗരത്തിലൂടെ അവർ കേരളത്തിൻ്റെ ഹൃദയത്തിലേക്കാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഈ 40 നിയമസഭാ മണ്ഡലങ്ങളാണ് BJP ഇപ്പോൾ ഉന്നം വെച്ചിരിക്കുന്നത്. ആ 40 നിയമസഭാ മണ്ഡലങ്ങളിൽ അതിശക്തമായിട്ടുള്ള ത്രികോണ മത്സരത്തിന് സാധ്യതയുമാണ് കാണുന്നത്. തീർച്ചയായിട്ടും കേരളത്തിലെ 40 മണ്ഡലങ്ങൾ ഇപ്പോൾ തന്നെ BJPക്ക് ഭൂരിപക്ഷമുണ്ട്. ആ 40 മണ്ഡലങ്ങളിൽ BJPയുടെ ശക്തരായിട്ടുള്ള നേതാക്കന്മാരെ നിർത്തി മത്സരിപ്പിച്ച് കഴിഞ്ഞാൽ നല്ല തന്ത്രങ്ങളിൽ കൂടി BJPക്ക് അത് നേടിയെടുക്കാൻ കഴിയും. ബാക്കിയുള്ള 100 മണ്ഡലങ്ങൾ, ആ ബാക്കിയുള്ള 100 മണ്ഡലങ്ങളിലും നല്ല സ്ഥാനാർത്ഥികളെ, കേരളത്തിലെ പ്രഗത്ഭരായിട്ടുള്ള ആളുകളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും രാഷ്ട്രീയ തന്ത്രജ്ഞന്മാരല്ല, വളരെ പ്രഗത്ഭരായിട്ടുള്ള ആളുകളെ, ജനങ്ങൾ അംഗീകരിക്കുന്ന ആളുകളെ, അഴിമതിയില്ലാത്ത ആളുകളെ ചൂസ് ചെയ്ത് നിർത്തിക്കഴിഞ്ഞാൽ BJPക്ക് വലിയ നേട്ടം ഉണ്ടാക്കാൻ കഴിയും. ഈ 40-ലധികം പിടിച്ചെടുക്കാനുള്ള സാധ്യത ഇന്ന് കേരളത്തിൽ BJPക്കുണ്ട്. പ്രത്യേകിച്ച് ഈ ഇടതുപക്ഷം വലിയ പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ വലതുപക്ഷത്തിലും ആരാണ് മുഖ്യമന്ത്രിയാകുന്നത്, ആരെ സ്ഥാനാർത്ഥിയാക്കണം, സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടിയുള്ള കടുപിടി UDFൽ ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ BJPക്ക് വളരെ വലിയ സാധ്യതയാണ് ഇന്ന് കേരളത്തിൽ ഞാൻ കാണുന്നത്. അതുപോലെ തന്നെ ഈ അമിത്ഷായുടെ പ്രത്യേകമായിട്ടുള്ള ഒരു താക്കീത് നൽകിയിട്ടുണ്ട്. അതായത് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖറാണ് കേരളത്തിൽ കാര്യങ്ങൾ നയിക്കുന്നത്. യാതൊരു തരത്തിലുള്ള വിഭാഗീയതയും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാൻ പാടില്ല എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് മറ്റ് നേതാക്കന്മാർക്കും കൊടുത്തിരിക്കുന്നതെന്നാണ് അറിയുന്നത്. അത് തീർച്ചയായിട്ടും ആവശ്യമാണ്. കേരളത്തിലെ BJPയെ സംബന്ധിച്ചിടത്തോളം പൊതുവായിട്ട് പുറത്ത് പറഞ്ഞു കേൾക്കുന്നത് ഇവർ തമ്മിൽ വലിയ തമ്മിൽ തല്ലുണ്ട്, വലിയ വിഭാഗീയതയുണ്ട്, വൺ ഈസ് എഗൻസ്റ്റ് ദി അതർ എന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നുണ്ട്. ഒന്നാമത് തന്നെ BJPക്ക് ജയിപ്പിച്ചെടുക്കാൻ സഫീഷ്യൻ്റായിട്ടുള്ള നേതാക്കന്മാർ ആവശ്യമാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കടിപിടി കൂടി കഴിഞ്ഞാൽ BJPയുടെ ഭാവി കേരളത്തിൽ നശിച്ചു പോകും. യാതൊരു തരത്തിലുള്ള വിഭാഗീയതയില്ലാതെ ഒരു ടീമായിട്ട് ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ BJPക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും എന്നാണ് അമിത്ഷാ തിരിച്ചറിഞ്ഞിട്ടുള്ളത്.
അതിന് വളരെ ശക്തമായിട്ടുള്ള താക്കീതാണ് അവിടുത്തെ. ഏതെങ്കിലും നേതാവ് കേരളത്തിൽ വിഭാഗീയതയുമായിട്ട് വന്നു കഴിഞ്ഞാൽ ആ നേതാവ് പുറത്താണ്. അവരെ ഇവിടെ വെച്ച് ഉറപ്പിക്കത്തില്ല ബി ജെ പി എന്നുള്ള വളരെ ശക്തമായിട്ടുള്ളൊരു താക്കീത് ബി ജെ പിയുടെ നേതൃത്വത്തിന് കൊടുത്തിരിക്കുകയാണ്. അത് തീർച്ചയായിട്ടും അമിത്ഷാ അത് നടപ്പിലാക്കും, അത് കേരളത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയും ചെയ്യും. ഇപ്പോൾ ശബരിമല വിഷയം തന്നെ അമിത്ഷാ എടുത്ത് മുമ്പോട്ടെടുക്കുകയുണ്ടായി. കാരണം അത് വിശ്വാസികളെ മുഴുവൻ കയ്യിലെടുത്തുകൊണ്ടാണ് അമിത്ഷാ അത്തരത്തിലുള്ള ഒരു നീക്കം നടത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ശബരിമല എന്ന് പറയുന്നത് അടുത്ത നിയമസഭാ ഇലക്ഷനിൽ ഏറ്റവും ചൂടുള്ള ഒരു വിഷയമായിട്ട് തന്നെ മാറും. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് കേരളത്തിലെ അമ്മമാരെ സംബന്ധിച്ചിടത്തോളം, സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം, എന്തിനും നമ്മളെ ഓരോരുത്തരെയും സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ശബരിമല ക്ഷേത്രം എന്ന് പറയുന്നത് ഏറ്റവും പരിശുദ്ധമായ, പരിപാവനമായ, നമ്മൾ നിത്യവും ആരാധിക്കുന്ന ഒരു ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തെ കൊള്ളയടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും അത് അംഗീകരിക്കാനാവില്ല. കേരളത്തിൽ ഒരു വ്യക്തിക്ക് പോലും ഈ ശബരിമല ക്ഷേത്രത്തെ അവരേത് മതത്തിൽപ്പെട്ടവരാകട്ടെ, ക്രിസ്ത്യാനികൾ അയ്യപ്പനെ വിശ്വസിക്കുന്നുണ്ട്, മുസ്ലിങ്ങൾ അയ്യപ്പനെ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ കേരളത്തിലെ ജനങ്ങൾ ഒന്നടങ്കം ഈ കൊള്ളയ്ക്കെതിരാണ്. ഈ കൊള്ള നടത്തിയവരെ, ഈ കൊള്ളയ്ക്ക് കൂട്ടുനിന്ന രാഷ്ട്രീയ പാർട്ടികളെ ഒരു കാരണവശാലും സപ്പോർട്ട് ചെയ്യുകയില്ല. അപ്പോൾ അതുകൊണ്ട് അടുത്ത നിയമസഭാ ഇലക്ഷനിൽ 2019 ലോകസഭാ ഇലക്ഷൻ പോലെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയാണ്. ഇതൊരു കൊടും കൊള്ളയാണ്, കൊടും ക്രൂരതയാണ്. കേരളത്തോട് മാത്രമല്ല, ഇന്ത്യയോട് മാത്രമല്ല, ലോകത്തിലെ അയ്യപ്പ ഭക്തന്മാരോട് കാണിച്ച ഏറ്റവും ക്രൂരമായിട്ടുള്ള ഒരു കൃത്യമാണ് ഈ ശബരിമലയിൽ അരങ്ങേറിയത്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താണ്? അയ്യപ്പ വിശ്വാസം ഇല്ലാത്ത ആളുകൾ ശബരിമല ക്ഷേത്രത്തിൽ ഭരണം ഏറ്റെടുത്തതാണ്. അയ്യപ്പനിൽ വിശ്വാസമുള്ള ആർക്കും ഇതിനകത്ത് ചെയ്യാൻ പറ്റില്ല. അവിടുത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ, അവർക്ക് അയ്യപ്പ വിശ്വാസം ഉണ്ടെങ്കിൽ ഇതവർ ചെയ്യുമായിരുന്നു. അവിടെ ഇരുന്ന കമ്മീഷണർ, അയാൾക്ക് അയ്യപ്പ വിശ്വാസം ഉണ്ടെങ്കിൽ ഇത് ചെയ്യുമായിരുന്നു. അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, അവിടുത്തെ തന്ത്രി, ഇവർക്കൊക്കെ അയ്യപ്പ വിശ്വാസം ശരിയായിട്ടുണ്ടായിരുന്നെങ്കിൽ ഇത് ചെയ്യില്ല. അതുപോലെ ദേവസ്വം മന്ത്രി അവിടെ ചെന്നിട്ട് എന്താണ്, തീർത്ഥം വാങ്ങിച്ച് കളയുന്നു. എന്ത് അപമാനമാണ് കേരളത്തിലെ ജനങ്ങളോട് കാണിച്ചത്, കേരളത്തിലെ അയ്യപ്പ വിശ്വാസികളോട് ഒരു മന്ത്രി കാണിച്ചത്, വാസവൻ എന്ന മന്ത്രി കാണിച്ചത് എന്തൊരു അപമാനമാണ്. ഈ തീർത്ഥമൊക്കെ വാങ്ങിച്ച് ഇങ്ങനെ കളയാൻ പാടുണ്ടോ? പിന്നെ എന്തിനാണ് ഈ അയ്യപ്പൻ്റെ ഫ്രണ്ടിൽ പോയി നിൽക്കുന്നത് ഇവർ? അയ്യപ്പനിൽ വിശ്വാസം ഇല്ലെങ്കിൽ പിന്നെ അതിൻ്റെ ഫ്രണ്ടിൽ പോയി നിൽക്കുന്നത് കേരളത്തിലെ ജനങ്ങളെ അപമാനിക്കലല്ലേ? തീർച്ചയായിട്ടും അടുത്ത നിയമസഭാ ഇലക്ഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം കേരളത്തിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള തന്നെയാണ്. അപ്പം ഈ 2026 ബി ജെ പി കേരളത്തിലൊരു നിർണായക ശക്തിയാകും. കേരളം ആര് ഭരിക്കണമെന്ന് തീർച്ചപ്പെടുത്താൻ പോകുന്നത് ബി ജെ പി ആയിരിക്കും. തീർച്ചയായിട്ടും 2026 ഇലക്ഷനിൽ ബി ജെ പി ശക്തമായിട്ടുള്ള ഒരു പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ, ശക്തമായിട്ടുള്ള നല്ല നേതാക്കന്മാരെ, നല്ല ഇമേജുള്ള നേതാക്കന്മാരെ, അഴിമതിയില്ലാത്ത നേതാക്കന്മാരെ, ജനങ്ങൾ അംഗീകരിക്കുന്ന നേതാക്കന്മാരെ നിർത്തി മത്സരിപ്പിക്കുകയാണെങ്കിൽ ബി ജെ പിക്ക് വളരെ ശക്തമായിട്ടുള്ള ഒരു അടിത്തറ കെട്ടിപ്പടുക്കുവാൻ 2026 നിയമസഭാ ഇലക്ഷൻ കൊണ്ട് കഴിയും. അത് വളരെ വ്യക്തമാണ്. ഇടതുപക്ഷമായാലും വലതുപക്ഷമായാലും ഇവരെന്താണ് ചെയ്യാൻ പോകുന്നത്, 2026 ജയിച്ചാലും എന്താണ് ചെയ്യാൻ പോകുന്നത് കേരളത്തിലെ ജനങ്ങൾക്കറിയാം. നമ്മൾ ജനങ്ങളെ കൊള്ളയടിക്കുകയല്ലേ അവർ ചെയ്യുന്നത്. എല്ലാ ടാക്സുകളും വർദ്ധിപ്പിക്കുക, എല്ലാ വിലകളും വർദ്ധിപ്പിക്കുക ഇല്ലേ? അതുകൊണ്ട് ജനങ്ങളെ കൊള്ളയടിക്കുന്നതിൽ നിന്ന് ജനങ്ങൾക്കൊരു മോചനം വേണ്ടേ? അതിനുള്ള ഒരേ ഒരു മാർഗമെന്ന് പറയുന്നത് നമ്മളൊരു പുതിയ പരീക്ഷണം നടത്തുകയാണ് കേരളത്തിൽ. ആ പരീക്ഷണം വിജയിക്കുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതിനൊരു മോഡലാണ് നമ്മുടെ നാഷണൽ ഹൈവേ 66 എന്ന് പറയുന്നത്. കേരളത്തിൽ വരുത്താൻ പോകുന്ന മാറ്റം വളരെ വലുതാണ്. ഇതേപോലെയുള്ള വലിയ വികസന പദ്ധതികൾ കേരളത്തിൽ വരണമെങ്കിൽ ബി ജെ പിയുടെ ഒപ്പം നമ്മൾ നിന്നാൽ മാത്രമേ സാധ്യമാകുകയുള്ളൂ. അതൊരു പ്രധാനപ്പെട്ട വസ്തുതയാണ്. അതുകൊണ്ട് ഇടത് വലത് മുന്നണികളിൽ നമ്മൾ വിശ്വാസം അർപ്പിക്കാനുള്ള സാധ്യതകൾ വളരെ കുറഞ്ഞു വരികയാണ്. ജനങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ബി ജെ പിക്ക് വളരെ ശക്തമായ ഒരു അടിത്തറ 2026 നിയമസഭാ ഇലക്ഷനിൽ തീർച്ചയായിട്ടും ഉണ്ടാകും.